സംഘർഷഭരിതവും ആവേശകരവുമായ മൂന്നാം വാരമാണ് സീസൺ 7-ൽ പുരോഗമിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒട്ടേറെ പുതുമകളുമായാണ് എത്തിയിരിക്കുന്നത്. ഏഴിൻ്റെ പണി എന്ന ടാഗ് ലൈനോടെ എത്തിയിരിക്കുന്ന ബിഗ് ബോസ് മുൻ സീസണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ഫിസിക്കൽ ടാസ്കിന് ശേഷം മത്സരാർത്ഥികളെ പിരിച്ചുവിടാൻ ബിഗ് ബോസിന് ഇന്ന് ലോങ് ബസർ മുഴക്കേണ്ടി വന്നു. അത്രയും ആവേശത്തോടെയും വാശിയോടെയുമാണ് മത്സരാർത്ഥികൾ ടാസ്കിൽ പങ്കെടുത്തത്. പണിപ്പുര പ്രവേശനത്തിനായുള്ള ടാസ്കുകളിൽ ഒന്നായിരുന്നു ഇതും. ഹൗസിൻ്റെ മുറ്റത്ത് തയ്യാറാക്കിയ ഒരു മഡ്പിറ്റിൽ രണ്ട് ടീമുകളായി തിരിഞ്ഞ് വ്യത്യസ്ത നിറത്തിലുള്ള കൊടികൾ കുത്തിയിരിക്കുകയാണ് വേണ്ടിയിരുന്നത്. മുഴുവൻ ടീം അംഗങ്ങളെയും രണ്ടായി തിരിച്ചാണ് ബിഗ് ബോസ് മത്സരത്തിന് ക്ഷണിച്ചത്. മഞ്ഞയും പിങ്കും നിറത്തിലുള്ള കൊടികളാണ് ഇവർക്ക് കൊടുത്തത്. ബസർ ടു ബസർ ആയിരിക്കുന്ന മത്സരത്തിൽ ജയിക്കുന്ന ഏറ്റവും അധികം കൊടികൾ മഡ്പിറ്റിൽ കുത്തി നിർത്തുന്ന ടീമായിരുന്നു. എന്നാൽ എതിർ ടീമിനെ കൊടി കുത്താൻ അനുവദിക്കാതെയും സ്വന്തം ടീമിൻ്റെ കൊടി കുത്താൻ ശ്രമിച്ചും വൺ ടീം വർക്കാണ് എല്ലാവരും ചേർന്ന് നടത്തിയത്. ഇത് വലിയ രീതിയിലുള്ള ബലപ്രയോഗങ്ങളിലേക്ക് പോയി. ഇടയ്ക്കൊരു മത്സരാർത്ഥി മഡ്പിറ്റിന് വെളിയിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ടുവന്ന് എതിരാളികളുടെ നേർക്ക് എറിയുക പോലും ഉണ്ടായി. അക്ബറാണ് അത് ചെയ്തത്. കളി കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നുവെന്ന് ബോധ്യമായ ബിഗ് ബോസ് ഇടയ്ക്കൊരു മിനിറ്റ് നേരത്തേക്ക് കളി സ്റ്റോപ്പ് ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴും പിന്തിരിയാതെ തങ്ങളുടെ ടീമിൻ്റെ കൊടി സംരക്ഷിക്കുകയായിരുന്നു പലരും. പിന്നീട് വീണ്ടും കളി ആരംഭിച്ചപ്പോഴും കയ്യാങ്കളി തുടർന്നു. ഏറെ നേരം നീണ്ടുനിന്ന ഗെയിം കൂടിയായിരുന്നു ഇത്. ഒടുവിൽ ബിഗ് ബോസ് എൻഡ് ബസർ മുഴക്കിയപ്പോഴും മത്സരാർത്ഥികൾ മഡ്പിറ്റിൽ പരസ്പരം പോരാടുകയായിരുന്നു. പിന്നാലെ ബിഗ് ബോസ് ബസർ തുടരെ മുഴക്കുകയായിരുന്നു. എന്നിട്ടും പല മത്സരാർത്ഥികളും പിറ്റ് വിട്ട് പുറത്തേക്കിറങ്ങാൻ തയ്യാറായില്ല. ഒടുവിൽ കർശന സ്വരത്തിൽ എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് പോകാൻ ബിഗ് ബോസിൻ്റെ നിർദ്ദേശം വന്നു. പിന്നീടാണ് മത്സരാർത്ഥികളിൽ പലരും കളം വിട്ടത്.